ശ്രീ വി ആർ അനൂപ്, കെ എസ് രാധാകൃഷ്ണന്റെ നിലപാടിന് വലിയ പിന്തുണയില്ല, സംഘപരിവാർ സംഘടനകൾക്കിടയിൽ വലിയ പിന്തുണയില്ല എന്നാണ് ഈ ചർച്ച ഇതുവരെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമായി അവസാനിക്കാനായിരിക്കാം സാധ്യത. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം എടുക്കാം കേട്ടോ. സർക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനം എടുക്കണം എന്നല്ല പറയുന്നത്. ദേവസ്വം ഭരണത്തിൽ സർക്കാരിന് സ്വാഭാവികമായും ഒരു ഹോൾഡ് ഉണ്ടാവും. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ സർക്കാർ നിയോഗിച്ചതാണ് എങ്കിലും ദേവസ്വം ഭരണത്തിൽ സർക്കാരിന്റെ നിലപാടിനൊരു റോൾ ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരുമോ? ഈ തന്ത്രി കേസ് വിഷയത്തിലൊക്കെ വളരെ ശക്തമായ നിലപാട് തന്ത്രിക്ക് അനുകൂലമായി എടുത്ത ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നവരിൽ പലരും, ആഭ്യന്തരമന്ത്രി അടക്കം. ഒരിക്കലുമില്ല അഭിലാഷേ. അതിനു മുമ്പ് അങ്ങ് എനിക്ക് ആനുപാതികമായ സമയം തരണം. സംഘപരിവാറിന്റെ 2 പ്രതിനിധികളാണ് ഒരേ സമയം ഒരു ചർച്ചയിൽ സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാഗം വിശദമാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സർക്കാരിന് ഈ കേസിനകത്ത് ഒരു മുൻവിധിയില്ലെന്നേ. ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്ത്രിക്കും മന്ത്രിക്കും ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. ഒരു കേസിനകത്ത് ഇന്ത്യൻ പൗരനുള്ള അതേ അധികാരം, അതേ എല്ലാ സാഹചര്യവും തന്ത്രിയായാലും മന്ത്രിയായാലും അതിനഭിമുഖീകരിക്കേണ്ടതുണ്ട്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. തന്ത്രിയുടെ കാര്യത്തിൽ അതിനകത്ത് ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിനകത്ത് ഇടപെടാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ RSS, BJP, സംഘപരിവാർ സംഘടനകൾ എല്ലാ കാലത്തും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഇവിടെ ആര് ഭരിച്ചാലും കുഴപ്പമാണ്. വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ, വിശ്വാസികളെ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ വരണമെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അയോധ്യയല്ലേ അഭിലാഷേ? അയോധ്യയിൽ ഭൂമിയുടെ പേരിൽ തട്ടിപ്പ്, ആ ക്ഷേത്ര ശ്രീകോവിലിന് പോലും ചോർച്ച, വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അവിടേക്ക് സംഭാവന ചെയ്ത സ്വർണം പോലും കൊള്ളയടിച്ച കൂട്ടരാണ് ഞങ്ങളിതാ ശബരിമല സംരക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു ട്രസ്റ്റ് ഭരിക്കുന്ന അയോധ്യ എന്ന് പറയുന്നത്, ഇതിനകത്ത് നിങ്ങളുടെ നിലപാട് എങ്ങനെ ആയിരിക്കും? നിങ്ങളെ ക്ഷേത്രങ്ങളെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി, അതിൻ്റെ ടെസ്റ്റ് ഡോസായി, അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റായി അയോധ്യ മാറി. സംഘപരിവാർ രാജ്യം ഭരിച്ചാൽ എന്താണെന്ന് ഉള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ സംഘപരിവാറിന് പ്രാമുഖ്യമുള്ള, നിയമിക്കപ്പെടുന്ന അത് സംഘപരിവാറിന് പ്രാമുഖ്യമുള്ള ഇടത്ത് അയോധ്യയിൽ അങ്ങനെ നടന്നു. ഇപ്പൊ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താവും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ശബരിമലയിൽ അതിന്റെ താന്ത്രിക അവകാശം കുടുംബ വഴിക്ക് താഴമൺ കുടുംബത്തിനാണ്, അതാണ് ആചാരം എന്ന് പറയുന്നു. ഓക്കെ, മേൽശാന്തി നിയമനമോ? കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജ പഠിച്ച ആളുകൾക്ക്, വിവിധ ജാതികളിൽപ്പെട്ട പൂജ പഠിച്ച ആളുകൾക്ക് നിയമനം കിട്ടാവുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നോക്കൂ, ശബരിമലയുടെ കാര്യത്തിൽ എന്താ? ശബരിമല മേൽശാന്തിയാക്കാൻ പറ്റുമോ? ശബരിമല മേൽശാന്തിയായിട്ട് ഒരാൾ നിയമനം കിട്ടണമെങ്കിൽ അയാളുടെ അടിസ്ഥാന യോഗ്യത എന്താണ്? ആദ്യത്തെ യോഗ്യത എന്താണ്? മലയാള ബ്രാഹ്മണനാവണം. മലയാള ബ്രാഹ്മണനായ പൂജാതി കർമ്മങ്ങളിൽ നിഷ്ഠയുള്ള ഒരാൾക്ക് അവിടെ അതിനായിട്ട് അപേക്ഷിക്കാൻ പറ്റൂ. അത് ഈ പറഞ്ഞ പോലെ താവഴിക്കല്ലല്ലോ, അത് തീരുമാനിക്കുന്നത് ആരാ? ദേവസ്വം ബോർഡല്ലേ. അപ്പം സംഘപരിവാറിന് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ഇടത്ത് എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഭരിക്കുമ്പോൾ എന്താ അവസ്ഥ? ഇതിപ്പോ നിങ്ങൾ കൊണ്ടുവന്നൊന്നല്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് അതിലെന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കാറുണ്ടോ? അല്ല അഭിലാഷ, അത് ഞാൻ പറയാം. തീർച്ചയായും കാലാനുസൃതമായ മാറ്റങ്ങൾ വരണമെന്നുള്ള പക്ഷക്കാർ തന്നെയാണെന്നേ ഞങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് എല്ലാ കാലത്തും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ആരാ? ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ സമയത്ത് ഇണ്ടംതുരുത്തി മനയിൽ ഗാന്ധിജിക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസത്തിനകത്ത് പരിഷ്കരണം സാധ്യമാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നേ. ഇവിടെ RSSന്റെ ആളുകൾ ഇതിൻ്റെയൊക്കെ ഞങ്ങൾ മാഗ്ന കാർട്ട എന്ന് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഉദ്ധരിക്കാറുള്ള എന്താ? പാലിയം വിളംബരം. പാലിയം വിളംബരത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവന്നു എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പൂജിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? KS രാധാകൃഷ്ണന്റെ അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായത്തോട് യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും പ്രശ്നം ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയിൽ കേസുള്ള ഒരാളുടെ അയാൾ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും KS രാധാകൃഷ്ണൻ ഇല്ല. ഒരു RSS നേതാവിനും ഒരു BJP നേതാവിനും ഇല്ല. അത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് നടക്കണം. നേരത്തെ പറഞ്ഞ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയൊക്കെ വളരെ പ്രശ്നമാണ്. പക്ഷേ KS രാധാകൃഷ്ണൻ മതപണ്ഡിതനാണ്, ആ നിർവചനത്തിൽ ഇവർ കൊണ്ടുവരുന്നില്ല. KS രാധാകൃഷ്ണൻ ഈ പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഭാഗമായ KS രാധാകൃഷ്ണന്റെ അഭിപ്രായത്തെ ഇവര് മുഖവിലക്ക് എടുക്കുന്നില്ലെന്നേ. ഈ പറയുന്ന KS രാധാകൃഷ്ണന്റെ സമുദായത്തിൽ, ധീവര സമുദായത്തിൽപ്പെട്ട സ്ത്രീയായ മാതാ അമൃതാനന്ദമയി ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇവരെന്താണ് പറയുന്നത്? ഒരു വശത്ത് പറയാണ് പാലിയം വിളംബരം ഞങ്ങളെല്ലാവരെയും പൂജിക്കാൻ പ്രാപ്തരാക്കുന്നു, എല്ലാ ക്ഷേത്രങ്ങളും ഞങ്ങൾ തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനെതിരെ അക്ഷരം പേർക്ക് മിണ്ടാൻ കഴിഞ്ഞോ? ഇപ്പോഴും
നാഗ്പൂരിൽ ചിത്ഭവൻ ബ്രാഹ്മണർ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. ഇവരെ സംബന്ധിച്ച ഒരു നിർണായക ഘട്ടത്തിൽ ഹിന്ദു ഐക്യം എന്ന് പറയും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഹിന്ദു ഐക്യമില്ല. ചിത്ഭവൻ ബ്രാഹ്മണരുടെ സ്ഥാനത്ത് ഒരു മലയാളി ബ്രാഹ്മണനായ നമ്പൂതിരിക്കോ തമിഴ് ബ്രാഹ്മണനായ അയ്യർക്കോ പോലും RSSന്റെ സർസംഘചാലകായ ചരിത്രമില്ലെന്നേ. ഇവർ അത്രയും വലിയ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ താന്ത്രിക പാരമ്പര്യത്തൊക്കെ എതിർക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുക? ഇവരൊരു ഈ പറയുന്ന ഒരു കുടുംബ സിസ്റ്റം പോലെ, ഒരു ജാതി പോലെ, ഒരു താവഴിയിൽപ്പെട്ട ആളുകൾ പോലെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാ. ഒരു ജനാധിപത്യ സംഘടനയല്ല, ജനാധിപത്യമായി പരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നേയല്ല. ഈ RSS ഒരു വശത്ത് എല്ലാ കാലത്തും പാലിയം വിളംബരം എന്ന് പറയുകയും അതേ സമയത്ത് ഇതൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവരെ ഘടകവിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം അഭിലാഷേ പറയാം. അങ്ങ് ഉന്നയിച്ച ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ടേ. ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഈ വിശ്വാസത്തിൽ പരിഷ്കരണം സാധ്യമാക്കിയ ഒരു സംഘടന എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളാണെന്നേ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം സംഘപരിവാറാണോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണോ? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന വിഷയത്തിനകത്ത് വിശ്വാസത്തെ അഡ്രസ് ചെയ്യണം, വിശ്വാസികളെ അഡ്രസ് ചെയ്യണം. പിന്നെ KS രാധാകൃഷ്ണനെ പോലെ ഒരാൾ കയറി നിന്ന് ഒരാൾ കുറ്റവാളിയാണോ അല്ലേ തീരുമാനിക്കേണ്ട അതിന് നിയമ സംവിധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മന്ത്രിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് പോലെ തന്ത്രിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അത് നിയമം വഴി പരിശോധിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണ്. അദ്ദേഹം മോറൽ പോലീസിംഗ് നടത്തുന്നതിനോ ഞങ്ങൾ അനുകൂലമല്ല. പക്ഷേ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സംഘപരിവാറിന്റെ RSSന്റെ ഇരട്ടത്താപ്പുകൾ ചോദ്യം ചെയ്യപ്പെടണം. ഇവിടെ RSSന്റെ പ്രതിനിധി, BHPയുടെ പ്രതിനിധി പറഞ്ഞു, നിങ്ങൾ എവിടെയാണെന്ന് രാജ്യം കണ്ടു കഴിഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തെ, RSSന്റെ വിശ്വാസത്തിന്, RSS വിശ്വാസപരമായ കാര്യങ്ങൾ, അതിന്റെ ഇരട്ടത്താപ്പ് ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. നിങ്ങൾ ശ്രീരാമൻ എന്ന് പറഞ്ഞ് ശ്രീരാമനെ നിങ്ങളൊരു കച്ചവട വസ്തുവാക്കി മാറ്റാണെന്ന്. അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി, ഭൂമി അടിച്ചു മാറ്റി, തട്ടിപ്പ് നടത്തി. നിങ്ങളുടെ ആളുകളാണ് അതിലൊക്കെ, നിങ്ങൾ നിയോഗിച്ച ആളുകളാണെന്നേ. ഇവിടെ ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആരാ? RSSുമായി സംഘപരിവാരുമായി ബന്ധമില്ലാത്തൊരു വ്യക്തി ഉണ്ടോ? എല്ലാവരും നിങ്ങളാ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? കൊള്ള നടത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു വലിയ ജനക്കൂട്ടത്തെ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ഇളക്കി വിട്ട് നിങ്ങൾ അവസാനം ശ്രീരാമനെ നിങ്ങളുടെ താല്പര്യത്തിന് ഉപയോഗിച്ചു. നിങ്ങളുടെ യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് ശ്രീരാമനല്ല, ശ്രീരാമനിലുള്ള വിശ്വാസമല്ല, ശ്രീരാമനുള്ള ഭക്തിയല്ല എന്നാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞത്. നാളെ ശബരിമല അടക്കം, ഗുരുവായൂർ അടക്കം എല്ലാ ക്ഷേത്രങ്ങളും കൈയടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കും. നിങ്ങൾക്ക് വിശ്വാസവുമായി പുലബന്ധമില്ല, അത് നൈതികമായി നിങ്ങൾ വിശ്വാസികളല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യം ഈ വിശ്വാസത്തിന്റെ സാമ്പത്തികവൽക്കരണവും രാഷ്ട്രീയവൽക്കരണവുമാണ് എന്ന് ഇന്ത്യ തിരിച്ചെടുത്ത സന്ദർഭമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ RSSന്റെ സ്ഥിതി എന്താണ് എന്ന് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ തീരുമാനിക്കണ്ട തന്ത്രി ആരാണെന്ന്, നിങ്ങൾ തീരുമാനിക്കണ്ട. ഈ രാജ്യത്ത് നിൽക്കുന്ന നിങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജും ഇല്ലെന്നേ. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് NSS പോലെയോ അല്ലെങ്കിൽ BHP എന്ന് പറയുന്നത് NSS പോലെയോ SNDP പോലെ ഒരു സാമൂഹിക സംഘടനയൊന്നുമല്ല. നിങ്ങളങ്ങനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഗുണപരമായ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ല. NSSന് SNDP നയങ്ങളും നിലപാടുകളൊക്കെ ആയിട്ട് ആളുകൾക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സംഘടനകളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഇവിടുത്തെ ഏതൊരു വ്യക്തിക്കുമുള്ള അവകാശം ഇവിടുത്തെ RSSകാരനും